ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ 2 മാസത്തെ വെക്കേഷന് ശേഷം കോളേജ് തുറന്ന് കോളേജിൽ പോവാണ്. ഇന്ന് ജൂൺ 1-ാം തീയതിയാണ്. യൂണിഫോമൊക്കെ ഉണ്ട് നമ്മുടെ കോളേജിൽ. പിന്നെ എന്താ ഫാനിൻ്റെ സൗണ്ട് കാരണം പറയണ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഫാനില്ലെങ്കിൽ ഇത് ഇവിടെ ഭയങ്കര ചൂട്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ അവിടെ നല്ല രസമായിരിക്കും, പാടിയാൽ കേൾക്കാൻ നല്ല രസമുണ്ടാവും. നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു കോളേജ് ഡേ വ്ളോഗ്. ഫസ്റ്റ് നമ്മൾ കോളേജ് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയാം. സ്കിൻ കെയർ. രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകി. നമ്മൾ വീട്ടിലായിരുന്നു ഇന്ന് രാവിലെ. നമ്മൾ എന്നിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ ആയിരുന്നു യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂണിഫോം ഒക്കെ ഇട്ട് നമുക്ക് പോവാം. വേഗം പോവാം. കാരണം ഇനി 1/2 മണിക്കൂറും കൂടെ ഉള്ളൂ. ഇപ്പോൾ ബെല്ലടിക്കും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ടോണർ. വേഗമായി സമയമില്ല. സെക്കൻഡ് സ്റ്റെപ്പ് സിറാണ്. പക്ഷെ നമ്മുടെ അടുത്ത് സിറം കഴിഞ്ഞു പോയി. സോ സ്കിപ്പ് ചെയ്യാം. അത് വേഗമാണ്. പെട്ടെന്ന് കുറച്ചോണം ഉണങ്ങിക്കോട്ടെ. ഇനി മുതലേ ലിപ് ബാം ഇട്ട് കൊടുക്കാം. ലിപ് ബാം ഫുൾ പണിയാണ് ഗൈസ്. വിചാരിച്ചു കാണാമല്ലോ. ശരി, അപ്പം മോയ്സ്ചറൈസർ ഡ്രൈ ആയി. ഇനി നമ്മൾ അബ്സോർബായി. നിങ്ങളതൊക്കെ വിടുക. ഇനി എന്താ ഒന്നുമില്ല. കഴിഞ്ഞു. ആണെങ്കിൽ കണ്ണൊക്കെ എഴുതാം. കണ്ണെഴുതാല്ലേ? അപ്പോൾ കണ്ണാടി നോക്കി ഫോണിൽ നോക്കി കണ്ണെഴുതാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ കണ്ണാടി നോക്കി കണ്ണെഴുതും. പക്ഷെ 2 കണ്ണ് ഒരേപോലെ ഒന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല, സമയമില്ല നമുക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ റെഡി. അയ്യോ, കറണ്ട് പോയി. ഇവിടെ പാട്ട് പാടി നല്ല രസമായി പാടിത്തരാം കേട്ടോളൂ. ഇവിടെ ഫാനും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പാട്ട് പാടി നല്ല രസമുണ്ടാവും. ഏത് പാടും? ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ ഇന്നത്തായേ, ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ ഇന്നത്തായേ, വാഴ്വ് തുടങ്ങുമിടം നീതാനേ, വാനം മുടിയുമിടം നീതാനേ. എത്തൂല ഗൈസ്, താഴ്പടം ഗൈസ്, നമുക്ക് പിച്ചെത്തൂല. അപ്പം എന്താ ചെയ്യും? നമ്മൾ കുറച്ചും കൂടി താഴ്ത്തി പാടും. ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ
தேடல் என்ன தாயே ஒரு தெய்வம் தந்த பூவே கண்ணில் தேடல் என்ன தாயே வாழ்வு தொடங்குமிடம் நீதானே வானம் முடியுமிடம் நீதானே காற்றை போல நீ வந்தாயே சுவாசமாக நீ நின்றாயே மார்பில் ஓரும் உயிரே ஒரு தெய்வம் தந்த பூவே കണ്ണിൽ തേടൽ ഇന്ന തായേ. അപ്പോൾ ഗൈസ് നമുക്കിനി ബാക്കി കോളേജിൽ എത്തി കാണാം. നമ്മുടെ കോളേജിൽ പോണ വഴി പക്ഷെ ഇവിടെ നല്ല തിരക്കാവും. കോളേജ് തുറന്ന കാരണം നല്ല തിരക്കാവും ഈ സമയത്തോടെ. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് വലിയ രസമൊന്നുമില്ല. ക്ലാസ്സിലെത്തി എങ്ങനെയാവുന്നൊന്നും അറിയില്ല. എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് പക്ഷെ എനിക്കതൊരു പ്രശ്നമേ അല്ല. നമ്മൾ കോളേജിൻ്റെ ഫ്രണ്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പേർക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇടയ്ക്ക് ഇവിടെ വരലുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാവരും കളിയാക്കി അറിയാം. ഇത് കോളേജിൽ എല്ലാവർക്കും പക്ഷെ എനിക്കതൊരു കുഴപ്പമേ അല്ല. നമ്മൾ നല്ലോണം ലേറ്റായി എന്നിട്ട് നമ്മൾ പതുക്കെയാണ് പോണത്. കാരണം കുഴപ്പമില്ല എന്നല്ല, കുഴപ്പമുണ്ട്. പക്ഷെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ 2 മാസത്തിന് ശേഷം വരുന്നുണ്ട്. അപ്പാർട്ട്മെൻറ്റ് കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാണ്ട്, അതുകൊണ്ടാണ് ലേറ്റായത്. നമുക്ക് വേഗം പോവാം. ഒരു ക്ലാസ്സിലെത്തിയിട്ട് കാണിച്ചു തരാം. അല്ല കോളേജ് കാണിച്ചു തരാം. കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗം, കോളേജിൻ്റെ ഉള്ളിലൊക്കെ നല്ല രസം കാണാം. നല്ല രസമുള്ള കോളേജാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറേ കുട്ടികളൊന്നും ഉണ്ടാവില്ല. വളരെ കുറച്ച് കുട്ടികളൊന്നും ഉണ്ടാവുള്ളൂ. എന്നാൽ അധികം ക്ലാസ്സൊന്നും എടുക്കില്ല. പക്ഷേ അറ്റൻഡൻസ് എടുക്കും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഒന്ന് പോകുന്നത്. അയ്യോ അല്ല കേട്ടോ, അറ്റൻഡൻസ് എടുക്കണമെന്നല്ല, പഠിക്കാൻ വേണ്ടി പോവാണ് കോളേജിലേക്ക്. ഗൈസ് ഇതാണ് നമ്മുടെ കോളേജ്. നല്ല രസമല്ലേ? നമ്മുടെ കോളേജിൻ്റെ അകം, നമ്മുടെ പുതിയ ലൈബ്രറി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കോളേജ് ഓഡിറ്റോറിയം, നമ്മുടെ ആംഫി തിയേറ്റർ, ഓപ്പൺ സ്റ്റേജ്, നമ്മുടെ കോളേജ് ബസ്, അതും നമ്മുടെ കോളേജ് ബസ്, 2 കോളേജ് ബസ്, നമ്മുടെ കോളേജ് ഗ്രൗണ്ട് കണ്ടു. ഇതായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് ഇയറിലെ ക്ലാസ്. നമ്മൾ തേർഡ് ഇയർ ആയപ്പോൾ നമ്മുടെ ക്ലാസ് മാറി. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്, നമ്മൾ ഫസ്റ്റ് ഇയർ പോയി ക്ലാസ്സിലായിരുന്നു. ഇതാണ് നമ്മുടെ ക്ലാസ്. അപ്പം നമ്മൾ ക്ലാസ്സിലെത്തി. ഒന്ന് പറയട്ടെ ഞാൻ. അപ്പോൾ നമ്മൾ ക്ലാസ്സിലെത്തി. ഇന്ന് ക്ലാസ്സൊന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം ഇവിടെ. ഹലോ ഗൈസ്, എല്ലാവരും ഇവരൊക്കെ ഇൻട്രോവേർട്ടാണ്. ഞങ്ങൾ മാത്രമല്ല ഇവിടെ എക്സ്ട്രോവേർട്ട്. വരും അതിനെടുക്കണം. എന്താണ് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? എൻ്റെ ഫേവറേറ്റ് സാറാണ് ഈ പീരീഡ്, അതുകൊണ്ട് ഞാൻ പോകുക. ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചാല് നല്ലൊരു ക്ലാസ്. സെം ടോപ്പറാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവള് അപ്പൊ അതിലാണ് സെം ടോപ്പർ. അപ്പൊ കേസ് നമുക്ക് ഇൻട്രോയിൽ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഒന്ന് നോക്ക് ചെയ്യാം, പറഞ്ഞ് നോക്കിച്ചാ ചായ കുടിക്കാൻ ക്യാൻറ്റീനൊക്കെ പോവാണ്. അവൾ ക്യാൻറ്റീനൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മളെ കോളേജിനെ പറ്റിയുള്ള അഭിപ്രായം പറയും ചെയ്യാം. നമ്മളെ ക്ലാസ്സിനെ ശരിക്കും പറയും, സീരിയസ് ആയിട്ട്. എന്താണ് അടിപൊളി ശരിക്കും പേരുട്ടോ, വെറുതെ കൊല്ലാൻ വെക്കണ്ട.
ഫാബി പറഞ്ഞു നമ്മുടെ കോളേജിനെ പറ്റിയുള്ള അഭിപ്രായം. എന്താ പറയാ, എങ്ങനെയുണ്ടായിരുന്നു 2 മാസം? ഒന്ന് പറയോ? 2 മാസത്തെ വെക്കേഷൻ അടിപൊളിയായിരുന്നു. ഇന്റേൺഷിപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. എങ്ങനെയുണ്ടായിരുന്നു സാധനം വെക്കേഷൻ? ഇവരൊന്ന് പറയൂട്ട് മടി. ഹായ് ഗൈസ്, ഇതാണ് ഹാല, നിഹാല. അതെ, ഞങ്ങൾ നിഹാല ഷെറിൻ, ബാക്കി സെക്രട്ടറി ഓഫ് മമ്പാട് കോളേജ് ആയിരുന്നു. ഇനി മുളയിലെ നുള്ളി ബ്ലോഗറിനെ. അല്ല, മീരന്റെ സാലറി നമുക്ക് ചായ. അതെ, അങ്ങനെയൊക്കെ പറയാം. നല്ല കാര്യങ്ങൾ യൂട്യൂബ് തുടങ്ങിയ ചെലവാണ്. 10K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. ഇതാണ് ഗൈസ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. ഇതാ ഗൈസ് നമ്മുടെ സ്റ്റോർ. ഗൈസ് ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. ഉണ്ടോ നമ്മുടെ സ്റ്റോറിന്റെ ബാക്കി. ഇതൊക്കെ നമ്മുടെ ക്യാൻറ്റീനിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഗൈസ് കോളേജിൽ ക്യാൻറ്റീനിൽ തിരക്കായ കാരണം ഹായ് പറയും. ഹായ് ഗൈസ്, അപ്പൊ ക്യാൻറ്റീനിൽ നല്ല തിരക്കായ കാരണം നമ്മള് പുറത്ത് പോവാന്ന് വിചാരിച്ചു. അപ്പൊ സൂപ്പറായി. അപ്പം ഇത് നല്ല നല്ല ഭംഗിയുള്ള വഴിയാണ് നമ്മളെ കോളേജിന്റെ പുറത്ത്. ഇവിടെ നിറച്ച ആൾക്കാരുണ്ട്. എനിക്കും ആവുന്നുണ്ട് വീട്ടോടൊക്കെ പോവാം, പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ഇതൊക്കെ നമുക്ക് ശീലമാവും. എന്താ നമ്മളെ കോളേജിന്റെ വഴി കാണിച്ചു തരാം. ക്യാൻറ്റീനിന്ന് പുറത്ത് പോണ വഴി കാണിച്ചു തരാം. ഞാൻ കണ്ടോ, നല്ല ഭംഗിയുള്ള വഴിയാണ്. കുറേ കുട്ടികൾ, കുറേ മരം. നമ്മളെ ഓഡിറ്റോറിയത്തിന്റെ ബാക്കി. ഹായ് പറയൂ. കാരണം നല്ല തിരക്കാണ്, അത് പറഞ്ഞു കൊടുക്ക്. എന്തുകൊണ്ടാണ് ക്യാൻറ്റീനിൽ ഇത്ര തിരക്ക്? അതൊന്നല്ല, ക്യാൻറ്റീനിൽ നല്ല കടികളുണ്ട്. തുടക്ക ദിവസം ഫസ്റ്റ് ഡേ ഭയങ്കര ഇംപ്രഷൻ ഇടല കോളേജ്. അതിന്റെ ഒരു ഇതാണ്. അല്ലട്ടോ, കോളേജിൽ അല്ലാതെയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ കോളേജിന് പുറത്തെത്തി. നമ്മളെ ദാസേട്ടൻ്റെ അവിടെ. ദാസേട്ടൻ ഒരു ഹായ് പറയും. ചാടിച്ചോ? ഇതാണ് നമ്മളെ ഓട്ടോ സ്റ്റാൻഡ് കോളേജിന്റെ അടുത്തുള്ള. നമ്മൾ കാണിച്ചു നോക്കണം. ഇവിടെ നമ്മൾ ചാടിക്കാൻ കിടക്കണം. അപ്പൊ ഗൈസ് നമ്മൾ വീണ്ടും പ്ലാൻ മാറ്റി. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ഇത് മാറി മാറി സമയം ഉള്ളത് ഇങ്ങനെ തീരും. അതാണ് എല്ലായിടത്തും തിരക്ക്. എന്ത് ചെയ്യാൻ? ഇതാണ് ഗൈസ് നമ്മളെ പള്ളി. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഇവിടെ. പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് കടകളിൽ ഇനി അങ്ങോട്ട് പോകണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഒരു ഹായ് പറയും. ഇവിടെ 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 ഫുൾ ഹിസ്റ്ററിക്കാരാണ് എല്ലാവരും. ഇവിടെ കുറെ മുട്ടായൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹം തിന്ന് പോവാ. ചായ ഒക്കെ കിട്ടും ഇവിടെ നിന്നാല്. കൂൾ ബൂസ്റ്റ് കിട്ടും. ഹായ് പറയും. ഹായ് പറയും. ഫ്രം ലക്ഷദ്വീപ്. ആർക്കെങ്കിലും ബ്രൗൺ വേണമെങ്കിൽ അൻഷിതനെ കോണ്ടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം. പറയും എന്താണ് പേജ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് നോക്കാം. ഡെലിറ്റ് നല്ല തിരക്ക്. ഇവിടെ എന്തൊരു തിരക്കാ ഗൈസ്. നല്ല വെയിലാണ്. അഡ്മിഷൻ എടുക്കണ്ടോലൊക്കെ പറയട്ടോ. അതെ, നമ്മളെ കോളേജിൽ അഡ്മിഷൻ ഓപ്പൺ ആണ്. 8ാം തീയതി വരെ ഉള്ളൂ. അതെ. പിന്നെ മലപ്പുറം ജില്ലയിലെ ആദ്യ
ഓട്ടോണമസ് കോളേജാണ് MES മമ്പാട് കോളേജ്. പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ധാരാളം ഉണ്ട്. ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ ഭയങ്കര പണിയാണ്. 95 അബോവ് മാർക്കിൽ വന്നാൽ മതി ഇങ്ങോട്ട്. നാലേ മെറിറ്റ് കിട്ടുള്ളൂ. 95 ഉള്ളവർ വരെ കമ്മ്യൂണിറ്റി കോട്ടയെ കയറിയൊക്കെയാണ്. അവസ്ഥയാണ്. വേണ്ട ഗൈസ്, വെയിലാണ്. ഇങ്ങനെ നടക്കണം. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ തട്ടാക്കും. അതുവരെ എങ്ങനെയാണ്? അപ്പൊ ഗൈസ് നമ്മൾ ചായ ഒക്കെ കുടിച്ചു. ചായ അല്ല, എല്ലാരും കുടിച്ചെന്താ കൂൾ ബൂസ്റ്റോ? ഞാൻ ചിക്കൻ റോൾ, കൂൾ ബൂസ്റ്റ് പഫ്സ് എല്ലാരും അതൊക്കെ കുടിച്ചു. ചായ ആരും കുടിച്ചിട്ടില്ല. മൂസിന ഹായ് പറയും. ഹായ് ഗൈസ്. വലിയ ഈ കോളേജിലെ ഏറ്റവും അറിയപ്പെടുന്ന എന്താ പാട്ടാരിന്റെ പണി അങ്ങനെയല്ല, അറിയപ്പെടുന്ന ഒരു എന്താ പറയാ സിംഗറാണ്, സെലിബ്രിറ്റിയാണ് മൂസിന. എല്ലാരും ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യൂ. ഐഡിയ കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ കോളേജിന്റെ പരിസരം. പക്ഷേ ക്ലാസ്സിന്റെ ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ക്ലാസ്. ഇത് നല്ല രസമാണ് ഗൈസ്. ക്ലാസ് ഒക്കെ ഉണ്ടാകലുണ്ടാകും ഗൈസ്. അപ്പൊ ലഞ്ച് ബ്രേക്കായി. എല്ലാരും എടുക്കണം. 15 മിനിറ്റ് മതി വീഡിയോ. എല്ലാവരും ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കുമ്പോൾ ഫസ്റ്റിനെ വരാത്തോണ്ട് ഫസ്റ്റിന് ചോറുണ്ടാക്കാൻ ഫസ്റ്റിലേക്ക് മാറ്റി. സ്നേഹം പെരുന്നാൾ ബീഫ് കൂട്ടാണ്. വ്ളോഗിന് വേണ്ടി എന്ത് മില്യന് കേറിയാന്നൊക്കെ പറഞ്ഞാൽ മതി. പറയൂ. എന്താ പറയുക, മീര് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു സിംഗറാണ്. ഇത് പറഞ്ഞു പറയിപ്പിക്കണല്ല. അല്ലല്ല പറഞ്ഞു അറിയിപ്പിക്കണല്ലോ. അല്ല, തലച്ചോറ് കണ്ടോ എന്നാ. ഇല്ല. അപ്പൊ മീരന്റെ വ്ളോഗിൽ വരാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. അമ്പാട് കോളേജിൽ വന്നിട്ട് പോലത്തെ സുഹൃത്തുക്കളൊക്കെ കിട്ടി. അപ്പൊ കോളേജ് കഴിഞ്ഞു ഗൈസ്. ടാറ്റാ. എല്ലാരും വീട്ടിൽ പോവാ. അപ്പൊ ഗൈസ് ഇന്നത്തെ കോളേജ് കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അധികം ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ് നമ്മൾ എല്ലാരും നോക്കുക കുറവുള്ളൂ. ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയ കാരണം പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. നല്ല വെയിലായതുകൊണ്ടാണ് കോടയൊക്കെ എടുത്ത് വന്നു. നല്ല വെയിൽ അവിടെ നിന്ന് നടക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.